ഓം ശാന്തി. പലപ്പോഴും എന്നെ മറ്റുള്ളവർ ആദരിക്കുന്നില്ല, എനിക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ല, എന്നെ വേണ്ട പോലെ എന്നോട് പെരുമാറുന്നില്ല, ഇങ്ങനെയൊക്കെ പലർക്കും പരാതി ഉണ്ടാവാറുണ്ട്. ഒരു പരിധിവരെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് കാര്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ കാര്യത്തിൻ്റെ അഭാവമാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ എനിക്ക് റെസ്പെക്റ്റ് പോരാ എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാഭിമാനം അവിടെ വളരെ ലോ ആയിരിക്കും. എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ വളരെ കുറവായിരിക്കും. ആരുടെ സെൽഫ് റെസ്പെക്റ്റ് കുറവാണോ അവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മറ്റുള്ളവർക്ക് ആദരവ് പ്രോപ്പറായിട്ട് കൊടുക്കാനാവില്ല. പ്രോപ്പറായിട്ട് ആദരവ് നിങ്ങൾക്ക് കൊടുക്കാനാവുന്നില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആദരവ് നമുക്ക് കിട്ടാനും ആവില്ല. നിങ്ങൾക്കറിയോ, മറ്റുള്ളവർക്ക് ആദരവ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്, നല്ല പെരുമാറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ വിജയത്തിൻ്റെ ഒന്നാമത്തെ ഘടകമാകുന്നത്. ഒരു കൊച്ചു കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് നഗരത്തിൽ ജീവിക്കാൻ തുടങ്ങിയതായിട്ടൊരു വ്യാപാരി, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നൊരു വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിൽ ആഗ്രഹം വരികയാണ്, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ പഠിച്ചു വളർന്ന് നഗരത്തിൽ വന്ന് ജീവിച്ചു, എൻ്റെ ഗ്രാമത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എന്തൊരു കാര്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഗുരുവിനെ കണ്ട് പറയുകയാണ്, എൻ്റെ ഗ്രാമത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്, അങ്ങൊരു ഗൈഡൻസ് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ചു ഗുരു ചോദിച്ചു, നിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് ചെയ്യാനുള്ളതായിട്ടുള്ള ആഗ്രഹം കാണുന്നുണ്ടല്ലോ, കാര്യം എന്താന്ന് പറയും, ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ പറയും, തീർച്ചയായിട്ടും എല്ലാവർക്കും സംസ്കാരം വളർത്തിയെടുക്കത്തക്ക രീതിയിൽ ഒരു നല്ലൊരു അമ്പലം, ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെ സംസ്കാരം കുട്ടികളെ ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിൽ നല്ല പഠനങ്ങളും ക്ലാസ്സുകളും ഉള്ളതായിട്ടുള്ള സ്ഥലം, എല്ലാവർക്കും വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അവർക്ക് പഠനം വേണമെങ്കിൽ പഠനം, സ്വയം ധ്യാനിക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ലൊരു ക്ഷേത്രം എൻ്റെ ഗ്രാമത്തിന് വേണ്ടി പണിത് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഗുരു പറയും, എന്തിനാണ് നീ നിൻ്റെ ഗ്രാമത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? ഇങ്ങനെ ഒരു പുണ്യകർമ്മമാണെങ്കിൽ അത് നീ താമസിക്കുന്ന പട്ടണത്തിൽ കൂടി ആയിക്കൂടെ? ഒന്നല്ല രണ്ടുണ്ടാക്കിക്കൂടെ നിനക്ക്? അത്രയും സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എന്നെന്നും നിനക്കതിൻ്റെ പുണ്യം വന്നു ചേരുമെന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ നിശ്ചയിച്ചു, ഒന്നല്ല രണ്ട് ക്ഷേത്രങ്ങൾ പണിയണമെന്ന്. ഒന്ന് ഗ്രാമത്തിലും പണിതു, മറ്റൊന്ന് അദ്ദേഹം താമസിക്കുന്ന പട്ടണത്തിലും ഒരു ക്ഷേത്രം ഉണ്ടാക്കി. രണ്ട് ക്ഷേത്രങ്ങളും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എല്ലാ പൂജാവിധികൾക്കും പഠനത്തിനുള്ളതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെയുള്ള നല്ല ഒരുപോലുള്ള രണ്ട് ക്ഷേത്രങ്ങൾ, രണ്ട് സ്ഥലത്തും നല്ല എക്സ്പേർട്സ് ആയിരിക്കുന്ന രണ്ട് പൂജാരികളെയും അദ്ദേഹം നിയമിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം വീക്ഷിക്കുകയാണ്, ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഗ്രാമത്തിലെ ആളുകൾക്ക് ഭക്തി കൂടിയതുകൊണ്ടായിരിക്കാം. ഒരു ദിവസം ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴാൻ ചെല്ലുമ്പോൾ കാണുകയാണ്, നഗരത്തിൽ നിന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ വന്ന് പൂജിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇത് എന്ത് വിചിത്രം, രണ്ടും ഒരുപോലുള്ള ക്ഷേത്രം, ഒരേ പ്രതിമ, ഒരുപോലുള്ള എക്സ്പേർട്സ് പൂജാരികൾ, എന്നിട്ട് എന്തിനാണ് ഈ നഗരത്തിലെ ആളുകളൊക്കെ തന്നെ ഗ്രാമത്തിൽ വന്ന് തൊഴാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് സംശയം തീർക്കാൻ വേണ്ടി അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രതിഭാസം നടക്കുന്നല്ലോ, എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്ന്. അപ്പോൾ ഗുരു പറയും, ഒരു വിഷമം വിചാരിക്കേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, രണ്ട് സ്ഥലങ്ങളിലും പൂജാരിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറഞ്ഞു. ഗ്രാമത്തിലെ പൂജാരിനെ പട്ടണത്തിലെ ക്ഷേത്രത്തിലേക്കും പട്ടണത്തിലെ പൂജാരിനെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്കും മാറ്റാൻ പറഞ്ഞു. ആ രണ്ടുപേർക്കും രണ്ട് പൂജാരിമാരെ അന്യോന്യം മാറ്റി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണുന്നു, പട്ടണത്തിലെ എല്ലാ ഭക്തന്മാരും ആ ക്ഷേത്രത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതേസമയം തന്നെ ഗ്രാമത്തിൽ നിന്ന് ഭക്തന്മാർ കഷ്ടപ്പെട്ടും വണ്ടി വിളിച്ചും വണ്ടി കയറിയൊക്കെ ആയിട്ട് ഈ ടൗണിലുള്ളതായിരിക്കുന്ന ക്ഷേത്രം തേടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായിപ്പോയി, ഇതെന്താ ഇതിൻ്റെ സീക്രട്ട് എന്ന്. ഗുരു പറഞ്ഞു കൊടുക്കും, മറ്റൊന്നുമല്ല, ആ ഗ്രാമത്തിലെ ആ പൂജാരിയുടെയും ഈ ഗ്രാമത്തിലെ പൂജാരിയുടെയും പെരുമാറ്റത്തിലാണ് വ്യത്യാസം. രണ്ട് സ്ഥലത്തെയും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഒരുപോലെ, ക്ഷേത്രത്തിലെ സൗകര്യങ്ങൾ ഒരുപോലെ, ക്ഷേത്രത്തിൽ സംസ്കാരം പഠിക്കാനും കാര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ രണ്ട് സ്ഥലത്തും പൂജാരിമാർ ആളുകളോട് പെരുമാറുന്ന വിധം നോക്കിക്കഴിഞ്ഞാൽ രാവും പകലും പോലെ അന്തരാണ്. ഒരു പൂജാരി ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് ഞാൻ പൂജാരിയാണ്, നിങ്ങൾ ഭക്തന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നു. മറ്റൊരാൾ ഞാൻ ഈശ്വരൻ്റെ സേവാധാരി എന്ന ഭാവത്തോടു കൂടി, ഞാൻ ഈശ്വരൻ്റെ പൂജാരി എന്ന് വെച്ചാൽ അർത്ഥം, പൂജാരി എന്ന് വെച്ചാൽ അർത്ഥം ഈശ്വരൻ്റെയും മനുഷ്യർക്കും സേവ നൽകുന്നവൻ എന്ന ഒരു ഭാവത്തോടു കൂടി വിനയത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്നു. എല്ലാ ഭക്തന്മാർക്കും അദ്ദേഹം ഒരു ദൈവം പോലെ, അതേസമയം മറ്റു പൂജാരിനെ ആർക്കും കണ്ടുകൂടാ. അപ്പോൾ വാസ്തവത്തിൽ ക്ഷേത്രം ഒന്നാണ്, പ്രതിഷ്ഠ ഒന്നാണ്, സൗകര്യങ്ങൾ ഒന്നാണ്, എന്നിട്ടും ഒരു നല്ല പെരുമാറ്റമുള്ള പൂജാരിയെ തേടിക്കൊണ്ട് എത്രയോ ദൂരത്തിന് ആൾ വരാൻ തയ്യാറാവുന്നു.
നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. എൻ്റെ അനുഭവമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ ഫിസിഷ്യനാണ്, എക്സ്പേർട്സ് ഒന്നുമല്ല. പക്ഷേ രാവിലെ 5 മണിക്ക് വന്ന് അദ്ദേഹത്തെ കാണാൻ ആൾക്കാർ കാത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ 5 മണിക്ക് വന്നു, രാത്രി 1 മണി വരെയും ആ ഡോക്ടറുടെ അടുത്ത് തിരക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോക്ടറുടെ പെരുമാറ്റം. ഒരു പേഷ്യൻ്റ് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും സ്ഥിരമായി വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ പേരെടുത്തിട്ട് രാധേച്ചിയെ അല്ലെങ്കിൽ അങ്ങനെ പേര് വിളിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇപ്പോൾ എന്തൊക്കെയാ വിശേഷം, മക്കളൊക്കെ ഓക്കെ അല്ലേ, ഇങ്ങനെ ഒരു കുശല പ്രശ്നത്തോടു കൂടി ഡോക്ടർ നോക്കുന്നു, സ്നേഹത്തോടെ സ്പർശിക്കുന്നു. ഒക്കെ ശരിയായിക്കോളും, ഇത്ര മതി കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ മെഡിസിൻ കൊടുക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് പകുതി രോഗം മാറി. ആ ഡോക്ടറെ കാണാൻ വേണ്ടി, ഒരു സാധാരണ ഫിസിഷ്യനായ ഡോക്ടറെ കാണാൻ വേണ്ടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് കാറ് വിളിച്ച് ആളുകൾ വന്നിട്ട് കാത്തു കൊടുക്കും, ആ ഡോക്ടറെ കണ്ട രോഗം മാറുമെന്ന് പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്കിയൊക്കെ ആ ഡോക്ടറുടെ ജ്ഞാനത്തിൻ്റെ ഒപ്പത്തിനൊപ്പം പേഷ്യൻറ്റിനോട് പെരുമാറുന്നതായിരിക്കുന്ന സംസ്കാരം, അതാണ് വാസ്തവത്തിൽ പേഷ്യൻറ്റിന് വേഗം രോഗം മാറ്റുന്നതും അവിടെ നല്ല ഒരു ഉയർച്ച സംഭവിക്കുന്നതും. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന മേഖല ഏതാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ഷോപ്പിലേക്ക് നമ്മൾ ചെല്ലുന്നു. ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ ആ ഷോപ്പിലെ ഓണർ നിങ്ങൾക്ക് വേണ്ടതെന്നാ വെച്ചാൽ നോക്കിക്കോ എടുത്തോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചോദിച്ചാൽ എടുത്ത് തന്നു, ഇത്ര രൂപേൻ്റെയാണ് വേണ്ടേന്ന് ചോദിക്കുന്നു, ആ രൂപേൻ്റെ മാത്രം സാധനം കാണിച്ചിരുന്നു, ബാക്കിയൊന്നും തരാതെ നോക്കാതെ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആ ഷോപ്പിൽ നമ്മൾ ചെല്ലില്ല. അതേസമയം ചെല്ലുമ്പോൾ ആ ഷോപ്പിലെ ആൾ ആയിക്കോട്ടെ കുഴപ്പമില്ല, നിങ്ങൾ ഈ സാധനമൊക്കെ ഒന്ന് കണ്ടേക്ക്, ഇത്രയ്ക്കുള്ളത് ഉണ്ട്, ഇവിടെ എല്ലാ സെലക്ഷനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സാധനം കാണിക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാൻ വാങ്ങാൻ പോയത് 500 രൂപയ്ക്കാണെങ്കിൽ 5000 രൂപയ്ക്ക് വാങ്ങിച്ചു വന്നേക്കും. പിന്നെ നമ്മൾ ആ ഷോപ്പ് തന്നെ തേടി ചെല്ലും. കാരണം പെരുമാറ്റം വിജയത്തിൻ്റെ മുഖ്യമായ ഘടകമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വീറ്റായിരിക്കുന്ന ഒരു സംസ്കാരം, ഒരു പെരുമാറ്റം കാഴ്ചവെക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ നമ്മൾ ജീവിതത്തിൽ ജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നിങ്ങൾ ബിസിനസ്സിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ജീവിതത്തിൽ ഏത് മേഖലകളിലും നല്ല പെരുമാറ്റമാണ് മനുഷ്യന് അംഗീകാരം കിട്ടുന്നതിൻ്റെയും ആദരവ് കിട്ടുന്നതിൻ്റെയും വിജയിക്കുന്നതിൻ്റെയും ഒരു മുഖ്യമായ ഘടകം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ മോശമായിട്ട്, ചിലപ്പോൾ സംഘർഷം ഉണ്ടായിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ മൂഡ് കൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വരരുത്. അഥവാ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം മോശമാകാതിരിക്കാൻ വേണ്ടി ആ കാര്യത്തിന് വളരെ പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ സെറ്റിൽ ചെയ്ത് ഇനി അതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബങ്ങളും ജയിക്കും, നമ്മുടെ വ്യാപാരം ജയിക്കും, നമ്മുടെ സൊസൈറ്റി സക്സസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നല്ലൊരു മാതൃകയാവാനും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വമാവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.